1000 ശരങ്ങൾ എഴുതിട്ടാണ് രാഹുൽ ഗാന്ധി ഇവിടുന്ന് പോകുന്നത്. ഞാൻ 36 മണിക്കൂർ ഇഡിയുടെ മുമ്പിലിരുന്നു. 36 കേസുകളും 56 മണിക്കൂറും. ഈ മുഖ്യമന്ത്രിക്കെതിരെ ഉണ്ടല്ലോ കേസ്. ഈ മുഖ്യമന്ത്രിയുടെ മകൾ ഇതുപോലൊരു കേസിൽ പെട്ടിരിക്കുകയാണല്ലോ. ഇതുവരെ പോയില്ലല്ലോ. ചോദ്യം വളരെ വ്യക്തമല്ലേ, ഷാർപ്പല്ലേ? BJPയും CPM തമ്മിലുള്ള എന്താണ് ബന്ധം? എന്തുകൊണ്ടാണ് നിങ്ങൾ ഇഡിക്ക് മുമ്പിൽ പോകാത്തത് എന്നതൊരു രാഷ്ട്രീയ ചോദ്യം മാത്രമല്ല, അതൊരു യുക്തിപരമായ ചോദ്യമാണ്. എന്തുകൊണ്ടാണ് നിങ്ങളെ ഇഡി വിളിക്കാത്ത സാർ? ഇപ്പോൾ വരും, ഇഡി നമ്മളെ വരിഞ്ഞ് മുറുക്കുകയാണ്, ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളെയും തീർക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കെതിരെ എന്തുകൊണ്ട് ഇഡി നീങ്ങുന്നില്ല? ആ ചോദ്യത്തിന് മറുപടി പറയേണ്ടി വരും. ഇന്നേ വരെ ഇപ്പം ഇയാൾ പറഞ്ഞതിന് ശേഷം മണിക്കൂറുകൾ കഴിഞ്ഞു, ഇതുവരെ പിണറായി വിജയനോ CPMോ മിണ്ടിയിട്ടില്ല. അതും മിണ്ടേണ്ടി വരും. ചുരുക്കത്തിൽ 1000 ശരങ്ങൾ എഴുതിട്ടാണ് രാഹുൽ ഗാന്ധി ഇവിടുന്ന് പോകുന്നത്. ഇതിനകത്ത് ഇഡിയുടെ കേസ് മാത്രമല്ല, ഇന്ത്യ ചരിത്രത്തിൽ ഇത്രയും തവണ സുപ്രീം കോടതിയിൽ കേസ് മാറ്റിവെച്ച ലാവ്ലിൻ പോലെ വേറൊരു കേസ് ഉണ്ടായിട്ടുണ്ടോ? എന്തൊരു മറിമായമാണ്. ഒരു ദിവസം ജഡ്ജിക്ക് പനി, വേറെ ദിവസം CBIയുടെ വക്കീലിന് പനി, അതിൻ്റെ അടുത്ത ദിവസം ജഡ്ജിക്ക് വയറുവേദന, അല്ലെങ്കിൽ ജഡ്ജി ബെഞ്ച് ഒഴിയുന്നു. ഇങ്ങനെ മാറി 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 എത്ര വർഷമായി കേസിൻ്റെ ഫൈനൽ ആർഗ്യുമെൻറ്റിലേക്ക് പോകേണ്ട ഒരു കേസാണ്, തീരുന്നില്ല. ഇതെല്ലാം ഉന്നയിക്കുമ്പോൾ കൃത്യമായ മറുപടി CPMൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ശബരിമലയിൽ BJP മിണ്ടാത്തത്, ഇന്ത്യ മുഴുവൻ വേട്ടപ്പട്ടകളെ പോലെ കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസീസ് കറങ്ങി നടക്കുമ്പോൾ ഇവിടെ ഒരാൾക്ക് ഒരു കുഴപ്പവും സംഭവിക്കുന്നില്ല. സോ ഇറ്റ് വാസ് എ ഷാർപ്പ് ഡേ. ഈ കഴിഞ്ഞ 2 ദിവസം രാഹുൽ ഗാന്ധിയുടെ വരവ് വളരെ ശക്തമായി ഈ ക്യാമ്പയിനെ പുതിയൊരു ടേണിലേക്ക് എത്തിച്ചിരിക്കുകയാണെന്നാണ് ഞാൻ കരുതുന്നത്.